നമ്മൾ അന്യ സംസ്ഥാന തൊഴിലാളികളെ മുഴുവൻ ബംഗാളികൾ എന്നാണ് വിളിക്കുന്നത്. സർക്കാർ പറയുന്നത് അവരെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കണമെന്നാണ്. ഇന്ന് ഈ അതിഥി തൊഴിലാളികളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ മദ്യം മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നത്, ഒപ്പം കുറ്റകൃത്യങ്ങൾ. കേരളത്തിലുള്ളത് ബംഗ്ലാദേശ് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും അനധികൃതമായി കുടിയേറി വന്നവരാണ് ഇതിൽ പലരും. ഇവരെക്കുറിച്ച് ഒരു തെളിവുമില്ല. അതിഥി തൊഴിലാളികൾ എന്ന വ്യാജേനയാണ് ഇവർ കേരളത്തിൽ കഴിഞ്ഞിരുന്നത്. കേരളത്തിൽ ജോലി തേടി വരുന്ന 99.99% അതിഥി തൊഴിലാളികൾ നിവൃത്തികേട് കൊണ്ട് വരുന്നവരാണെന്നാണ് വൈപ്പ്. അവരുടെ നാട്ടില് ജോലിയോ അല്ലെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ അർഹമായി കൂലിയോ കിട്ടാത്തത് കൊണ്ട് വന്നതാണെന്നാണ് നമ്മളോട് പറയുന്നത്. ശരിയായിരിക്കാം. പക്ഷെ അവരിൽ നുഴഞ്ഞുകയറി താമസിക്കുന്ന ധാരാളം ക്രിമിനലുകളുണ്ട്, ബോൺ ക്രിമിനലുകൾ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മനുഷ്യർ കേരളത്തിൽ വന്ന തൊഴിലെടുക്കുന്നുണ്ടെങ്കിലും അത് നമ്മളെ അവരോട് കാണിക്കുന്ന ഒരു ഔദാര്യമാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യയിൽ എവിടെയും തൊഴിലെടുക്കുന്നതിനും താമസിക്കുന്നതിനും യാത്ര ചെയ്യുന്നതിനും ഏതൊരു ഇന്ത്യൻ പൗരനും അവകാശമുണ്ട്, ശരിയാണ്. ഇന്ത്യക്കകത്തും പുറത്തുമായി എണ്ണത്തിലേറെയുണ്ട് മലയാളി കുടിയേറ്റക്കാരും. ഉത്തരേന്ത്യൻ തൊഴിലാളികൾ കേരളത്തിൽ സജീവമാകാൻ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ടിനടുത്തായി. ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായോ മറ്റ് അക്രമങ്ങൾ നടത്താനോ ഒന്നുമല്ല ഉത്തരേന്ത്യൻ തൊഴിലാളികൾ ആദ്യമൊക്കെ ഇങ്ങോട്ട് വന്നത്. തൊഴിലിനു വേണ്ടിയുള്ള കുടിയേറ്റം ഒരു സാമൂഹ്യ സാഹചര്യമാണ്. കേരളത്തിന് വിവിധ സംസ്ഥാനങ്ങളുമായി കുടിയേറ്റ ഇടനാഴികളുണ്ട്. എറണാകുളം ജില്ലയിലുള്ള 80%-ലധികം തൊഴിലാളികളും പശ്ചിമ ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികളാണ്. അതിൽ തന്നെ കൂടുതൽ പേരും മുർഷിദാബാദില് നിന്നുള്ളവരാണ്. പക്ഷെ അവരിൽ പലരും പ്രത്യേക ലക്ഷ്യം വെച്ചാണ് ഇങ്ങോട്ട് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ആരും തിരിച്ചറിയാത്ത ഒരു ഒളിത്താവളമായി അവർ അതിനെ കാണുന്നുണ്ട്. എന്തുകൊണ്ട് എറണാകുളവും പെരുമ്പാവൂരും ഒക്കെ പ്രധാന കേന്ദ്രമാകുന്നുവെന്നാണ് സംശയകരമായ രീതിയിൽ പലരും ചോദിക്കുന്നത്. സംസ്ഥാനം രൂപീകരിച്ച കാലം തൊട്ട് കേരളത്തിലേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ വരുന്നുണ്ട്. തുടക്കം തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുമായിരുന്നുവെങ്കിലും 90കളുടെ പകുതിക്ക് ശേഷമാണ്, കൃത്യമായി പറഞ്ഞാൽ 995-ന് ശേഷമാണ് ഉത്തരേന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികൾ വന്നു തുടങ്ങിയത്. അവരിൽ കൂടുതൽ പേരും എറണാകുളം ജില്ലയിലേക്കായിരുന്നു വന്നത്. പ്ലൈവുഡിന് വേണ്ടിയുള്ള മരം മുറിക്കൽ ദേശീയ തലത്തിൽ നിരോധിച്ചതോടെ റബ്ബർ ഉപയോഗിച്ച് പ്ലൈവുഡ് നിർമ്മിക്കുന്ന കേരളത്തിലെ പെരുമ്പാവൂർ ഒരു പ്രധാന പ്ലൈവുഡ് നിർമ്മാണ വ്യവസായ കേന്ദ്രമായി മാറി. അത് തന്നെയാണ് അതിന്റെ പ്രധാന കാരണം. അങ്ങനെയാണ് കുടിയേറ്റ തൊഴിലാളികൾ കൂട്ടമായി പെരുമ്പാവൂരിലേക്ക് വരാൻ തുടങ്ങിയത്. അങ്ങനെ അവര് അവിടെ തമ്പടിച്ചത്. ആദ്യമൊക്കെ മലയാളിക്ക് കിട്ടുന്ന കൂലി ഇവർക്ക് കൊടുത്തിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതേ കൂലി തന്നെയാണ്, മലയാളിക്ക് എത്ര കിട്ടുന്നോ അത്ര തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത്. 2018-ൽ പെരുമ്പാവൂർ പൂക്കോട്ടുംപാടിയിൽ നിമിഷ എന്ന പെൺകുട്ടിയെ പശ്ചിമ ബംഗാൾ സ്വദേശിയായ ഇതര സംസ്ഥാന തൊഴിലാളിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയപ്പോഴാണ് ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം കൂടുതലായി നമ്മൾ അറിഞ്ഞത്. ഇപ്പോൾ ഏത് കുറ്റകൃത്യം ഉണ്ടായാലും ആദ്യം അന്വേഷിക്കുന്നത് ഇവരെയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒട്ടുമുക്കാൽ കുറ്റകൃത്യങ്ങളിലും ഇവരുടെ കയ്യൊപ്പ് ഇല്ലാതെയില്ല. മദ്യം മയക്കുമരുന്ന് ഏറ്റവും കൂടുതൽ ചെലവുള്ളതും ഇവർക്കാണ്. ഇവരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ അതിനുള്ള വിൽപ്പന നടക്കുന്നത്. അതിനുപോലും നമ്മുടെ ആളുകളാണ് അത് കൂടുതലും വിൽക്കുന്നതും പിന്നെ അവർക്ക് കൊടുക്കുന്നതും ഒക്കെ. യഥാർത്ഥത്തിൽ നമ്മളാണ് അവരെ വഷളാക്കുന്നത്.